സംബന്ധിച്ചുള്ള നടപടികൾ ഞാൻ ഇവിടുന്ന് വിശദീകരിച്ചു തരാം. അതിനുശേഷം നമുക്ക് അതിൻ്റെ നടപടിയിലേക്ക് നീങ്ങാം. സ്ഥാനാർത്ഥികളുടെ നാമനിർദ്ദേശം. അതിൽ ഒന്ന്, അതത് സംഗതി പോലെ ചെയർപേഴ്സന്റെയോ ഡെപ്യൂട്ടി ചെയർപേഴ്സന്റെയോ തിരഞ്ഞെടുപ്പിന്റെ കാര്യത്തിൽ ബന്ധപ്പെട്ട മുനിസിപ്പാലിറ്റിയുടെ ഒരു കൗൺസിലറെ മറ്റൊരു കൗൺസിലർ സ്ഥാനാർത്ഥിയായി നാമനിർദ്ദേശം ചെയ്യേണ്ടതും വേറൊരു കൗൺസിലർ പിന്താങ്ങേണ്ടതും നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ആൾ ഹാജരില്ലാത്ത സംഗതിയിൽ അങ്ങനെ ഒരു സ്ഥാനാർത്ഥിയാകാൻ സംബന്ധിച്ചുകൊണ്ടുള്ള നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ആളിന്റെ രേഖാമൂലമുള്ള ഒരു സമ്മതപത്രം കൂടി ഹാജരാക്കേണ്ടതാണ്. എന്നാൽ ഒരു കൗൺസിലർ ഒന്നിലധികം പേരുകളെ നിർദ്ദേശിക്കാനോ അഥവാ പിന്താങ്ങുവാനോ പാടില്ലാത്തതാണ്. വാരണാധികാരി സൂക്ഷ്മ പരിശോധനയിൽ യഥാവധി നാമനിർദ്ദേശം ചെയ്യപ്പെട്ടതായി തീരുമാനിക്കുന്ന സ്ഥാനാർത്ഥികളുടെ പേരും അവരുടെ യഥാക്രമം നിർദ്ദേശിച്ചവരുടെയും പിന്താങ്ങിയവരുടെയും പേരുകളും യോഗത്തിൽ വായിക്കേണ്ടതാണ്. 143 വകുപ്പ് 1 ഉപവകുപ്പ് പ്രകാരം സത്യപ്രതിജ്ഞയോ അല്ലെങ്കിൽ ഇതര പ്രതിജ്ഞയോ ചെയ്തിട്ടില്ലാത്ത ഏതൊരു കൗൺസിലറും ഈ ചട്ടങ്ങൾ പ്രകാരം ചെയർപേഴ്സന്റെയോ ഡെപ്യൂട്ടി ചെയർപേഴ്സന്റെയോ തിരഞ്ഞെടുപ്പിൽ പങ്കെടുക്കുവാനോ വോട്ട് ചെയ്യാനോ പാടില്ലാത്തതാണ്. തിരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന അർഹതയുള്ള ഓരോ കൗൺസിലർക്കും ഉണ്ടായിരിക്കേണ്ടതാണ്. ഓരോ കൗൺസിലറും ബാലറ്റ് പേപ്പറിനെതിരെ ഹിന്ദു എന്ന അടയാളം ഏൽപ്പിക്കേണ്ടതുമാണ്. എണ്ണേണ്ടതും ഓരോ കൗൺസിലറും ഏത് സ്ഥാനാർത്ഥിക്കാണ് രീതിക്കനുസൃതമായി തിരഞ്ഞെടുപ്പ് ഫലം പ്രഖ്യാപിക്കേണ്ടതുമാണ്. പൊതുവായ വോട്ടുകൾ നേടിയ ആളെ തിരഞ്ഞെടുക്കപ്പെട്ടതായി പ്രഖ്യാപിക്കേണ്ടതും ഒരു സ്ഥാനാർത്ഥിക്ക് മറ്റെല്ലാ സ്ഥാനാർത്ഥിക്കും കൂടി കിട്ടി 2 ഉണ്ടായിരിക്കുകയും ആദ്യത്തെ വോട്ടെടുപ്പിൽ ഒരു സ്ഥാനാർത്ഥിക്കും കുറച്ചെണ്ണം വോട്ടുകൾ ലഭിച്ച സ്ഥാനാർത്ഥിയെക്കാളോ അല്ലെങ്കിൽ ശേഷിക്കുന്ന സ്ഥാനാർത്ഥികളെ തിരഞ്ഞെടുപ്പിൽ നിന്നും ഒഴിവാക്കിക്കൊണ്ട് വോട്ടെടുപ്പ് 2ാം ചട്ടത്തിൽ പറഞ്ഞിട്ടുള്ള അല്ലെങ്കിൽ ഒന്നിലധികം സ്ഥാനാർത്ഥികളുടെ പേര് പറയുന്നതാണ്. ശോഭ ടീച്ചറെ നിർദ്ദേശിക്കുന്നു. ഞാൻ പ്രവീൺ, വാർഡ് 33, തോക്കാമ്പാട്. ശോഭ ടീച്ചറെ ഞാൻ പിന്താങ്ങും. ഞാൻ ദീപ ടീച്ചർ, വാർഡ് 22, മുണ്ടിയന്തറ. 33 വോട്ടുകളിൽ 27 വോട്ട് ലഭിച്ച കെ നാസറിനെ ചെയർപേഴ്സണായി പ്രഖ്യാപിക്കുന്നു. Thank you. Yes, thank you. Yes, okay. Okay. Thank you. Yes.
താങ്ക് യു സർ. ചില ആൾക്കാർ യെസ് Team Samak. Oh yes, thank you. Thank you. കോട്ടക്കൽ മുനിസിപ്പൽ കൗൺസിലിലെ ചെയർമാനായി തിരഞ്ഞെടുക്കപ്പെട്ട കെ നാസർ എന്ന ഞാൻ നിയമാനുസരണം നടപ്പിലാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഭയശങ്കയോ മമതയോ വാത്സല്യമോ വിദ്വേഷമോ കൂടാതെ ഞാൻ എൻ്റെ ഔദ്യോഗിക കർത്തവ്യങ്ങൾ യഥാവിധിയായും വിശ്വസ്തയോടും എൻ്റെ പരമാവധി കഴിവും അറിവും വിവേചന ശക്തിയും ഉപയോഗിച്ചുകൊണ്ടും നിർവഹിക്കുമെന്ന് അള്ളാഹുവിൻ്റെ നാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നു. സർ ഞാൻ ഒപ്പിടണ്ടേ? യെസ് കുഞ്ഞിപ്പാ മാഷാ അല്ലാ. ഓക്കെ ഓക്കെ താങ്ക് യു സെക്രട്ടറി. ശരി, എല്ലാവിധ താങ്ക് യു താങ്ക് യു. പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും നമസ്കാരം. കോട്ടക്കൽ മുനിസിപ്പാലിറ്റിയുടെ ചെയർമാനായി എൻ്റെ ബഹുമാന സുഹൃത്തും സഹോദരനുമായ കെ നാസർ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റെടുത്തിരിക്കുന്ന സന്തോഷകരമായ ഒരു സന്ദർഭമാണ്. ആദ്യമായി അദ്ദേഹത്തെ തെരഞ്ഞെടുക്കപ്പെട്ട ജനങ്ങളെയും അതിലൂടെ വന്ന ജനപ്രതിനിധികളെയും ഹൃദയപൂർവ്വം അഭിനന്ദിക്കുകയാണ്, അഭിവാദനം ചെയ്യുകയാണ്. ഏറ്റവും നന്നായി ഈ ഭരണസാന്നിധ്യം ജനങ്ങൾക്ക് വേണ്ടി ഉപയോഗപ്പെടുത്താൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ജനാധിപത്യമാണ്. ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളാൽ തെരഞ്ഞെടുക്കപ്പെടുന്ന ഭരണാധികാരികൾ ജനങ്ങളോടൊപ്പം നിൽക്കുക എന്നത് ഇന്ത്യയിൽ ഭരണഘടനയുടെ അടിസ്ഥാനപരമായ കടമയാണ്, കർത്തവ്യമാണ്. ആ കർത്തവ്യ നിർവഹണത്തിലൂടെ ഇന്ത്യയുടെ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിജിയുടെ ഗ്രാമസ്വരാജ് എന്ന് പറയുന്ന ആശയം പൂർത്തീകരിക്കാനും നിലനിർത്താനും നടപ്പിലാക്കാനും മുന്നോട്ട് കൊണ്ടുപോകാനും സാധിക്കുകയും അതിന് നേതൃത്വം നൽകാൻ കെ നാസർ തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു. ഇവിടെ ഇരിക്കുന്നവർ വ്യത്യസ്തരായ പാർട്ടി ഭാരവാഹികൾ, പ്രവർത്തകന്മാർ, ആശയങ്ങളുള്ള ആളുകളാണ്. തെരഞ്ഞെടുക്കപ്പെട്ട ഈ കൗൺസിലിനകത്ത് വന്നിരിക്കുമ്പോൾ വ്യത്യസ്തതകളിലപ്പുറത്തും ഒരുമ ഇതിനകത്ത് നിർത്തിക്കൊണ്ടു ജനങ്ങൾക്ക് വേണ്ടി ഒന്നിച്ചു നിൽക്കുക എന്ന അടിസ്ഥാനപരമായ മൂല്യത്തിൽ മറക്കാതെ ഇരിക്കുക എന്നതാണ് സൂചിപ്പിക്കാൻ. ജനാധിപത്യം എന്ന് പറയുന്നത് ഒരോട്ടമാണ്. ആ ഓട്ടത്തിൽ മുന്നിലെത്തുന്ന ആൾ വിജയിക്കുമ്പോൾ പിന്നിലുള്ള ആളുകൾ ഉണ്ടായിരുന്നത് കൊണ്ടാണ് വിജയിക്കാൻ സാധിച്ചത്. 10 ആളുകൾ ഓടുന്നുവെങ്കിൽ ഒരാൾ മുന്നിലെത്തിയെങ്കിൽ 9 ആളുകൾ പുറകിലുണ്ടായത് കൊണ്ടാണ് ഒരാൾ മുന്നിലെത്തി. ആ 10 ആളുകളുടെ പിന്നിലുണ്ടായിരുന്ന ഒരാളുകളുടെ പിന്നിലുണ്ടായിരുന്ന 9 ആളുകൾ പുറത്ത് ജനങ്ങളായി നിങ്ങളുടെ കൂടെ ഉണ്ട്. അത് മറക്കാതെ ഇരിക്കുക സാധിക്കട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട്
എല്ലാവിധ ആശംസകളും അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി. ഇന്ന് ചെയർമാനായി ചെയർപേഴ്സണായി തിരഞ്ഞെടുക്കപ്പെട്ട പ്രിയപ്പെട്ട കെ നാസർ. നാസർക്ക് നല്ലൊരു ഭരണാധികാരിയെ കോട്ടക്കലെ ജനങ്ങൾക്ക് വേണ്ടി, നമ്മുടെ MLA പറഞ്ഞതുപോലെ രാഷ്ട്രീയത്തിനപ്പുറത്ത് ജനങ്ങളെ ചേർത്ത് പിടിച്ച് ജനങ്ങൾക്ക് വേണ്ടി ആണ് നമ്മൾ ഭരണം നടത്തേണ്ടത്. ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മളെല്ലാവരും ഒരേപോലെയാണ്. സത്യം പറഞ്ഞാൽ മുനിസിപ്പാലിറ്റിയിൽ പ്രതിപക്ഷമില്ല, ഭരണപക്ഷം മാത്രമാണ്. എല്ലാവരും ഭരണപക്ഷത്തെ ആൾക്കാരാണ്. നമ്മളൊക്കെ ഓരോ വാർഡിന്റെ വികസനത്തിന് വേണ്ടി, അല്ലെങ്കിൽ അവിടുത്തെ ഓരോ ജനങ്ങളുടെയും ക്ഷേമത്തിന് വേണ്ടി പ്രവർത്തിക്കേണ്ടതാണ്. അപ്പോൾ എല്ലാവർക്കും ഒരേ കാഴ്ചപ്പാടോടെ, ഒരേ മനസ്സോടെ, ഒരേ രീതിയിൽ തന്നെ മുഴുവൻ കോട്ടക്കലെ മുഴുവൻ വാർഡുകളെ ഒരേപോലെ കാണാനുള്ള ഒരു മനസ്സ് ഉണ്ടാവട്ടെ എന്ന് ആദ്യമായിട്ട് ഞാൻ ആശംസിക്കുകയാണ്. പിന്നെ കെ നാസറിനെ സംബന്ധിച്ചിടത്തോളം വ്യക്തിപരമായിട്ട് തന്നെ വളരെ ചെറുപ്പത്തിൽ ഒരു പക്ഷേ ഒരു ഗുരുവിന്റെ സ്ഥാനം എനിക്ക് എപ്പോഴും തന്നിട്ടുള്ള, അല്ലെങ്കിൽ ആ രീതിയിൽ കണ്ടിട്ടുള്ള ഒരാളാണ്. അതുകൊണ്ട് തന്നെ വളരെ നല്ല രീതിയിൽ തന്നെ ഈ കൗൺസിലിൽ ഒന്നിച്ച് പ്രവർത്തിക്കാൻ കഴിയും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ഈ 25-30 വർഷക്കാലത്തെ നഗരസഭ ചെയർമാനായി തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത് വളരെ സന്തോഷത്തോടു കൂടിയാണ് നമ്മുടെ ഈ മുഹൂർത്തത്തിന് സാക്ഷ്യമാണ്. എല്ലാവരും സൂചിപ്പിച്ച പോലെ നമ്മുടെ തിരഞ്ഞെടുപ്പ് ഗോതയിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട് നഗരസഭയിലേക്ക് എത്തുമ്പോൾ അതിൻ്റെ ഒരു സ്വഭാവത്തിൻ്റെ രീതിയിൽ ചെറിയ മാറ്റം വരും. നമ്മളെല്ലാവരും ഒരുമിച്ച് നാടിന് വേണ്ടി പ്രവർത്തിക്കുക എന്നുള്ളതാണ് പിന്നീട് നമ്മുടെ ലക്ഷ്യം. നമുക്കറിയാൻ കഴിഞ്ഞ 2 ദിവസങ്ങൾക്ക് മുമ്പ് നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട സ്റ്റേറ്റുകളുണ്ടായി. മുസ്ലിം ലീഗിന്റെ സംസ്ഥാന അധ്യക്ഷൻ ശ്രീ സാദിഖ് അലി ശിഹാബ് തങ്ങൾ സമൂഹത്തിന് നൽകിയൊരു മെസ്സേജ് ഉണ്ടായിരുന്നു. ഇത് വോട്ട മത്സരത്തിൽ വിജയിച്ചാൽ നമുക്ക് വിജയിച്ചു എന്ന് പറയാം. ഫുട്ബോൾ മത്സരത്തിൽ വിജയിച്ചാൽ അതുപോലെ നമുക്ക് വിജയിച്ചു എന്ന് പറയാൻ സാധിക്കും. ഞാൻ വിജയിച്ചു അല്ലെങ്കിൽ ഞങ്ങൾ വിജയിച്ചു എന്ന് പറയാൻ സാധിക്കും. തെരഞ്ഞെടുപ്പ് വിജയിച്ചാൽ നമ്മൾ വിജയിപ്പിച്ചു എന്ന് പറയണമെന്ന് അദ്ദേഹത്തിന്റെ സ്റ്റേറ്റ്മെന്റ് ഇവിടെ ഈ സമൂഹത്തിന്റെ നാട്ടുകാരുടെ അല്ലെങ്കിൽ സമൂഹത്തിന്റെ അല്ലെങ്കിൽ ഒരു ജനതയുടെ കയ്യൊപ്പിന്റെ ഭാഗമായിട്ടാണ് 35 ആളുകൾ ഈ സഭാഹാളിൽ എത്തിയിട്ടുള്ളത്. അവർ ഓർമ്മയോടെ നമുക്ക് ഒരുമിച്ച് മുന്നേറാം. ഈ നാടിന് വേണ്ടി, സമൂഹത്തിന് വേണ്ടി എല്ലാവർക്കും ഒരുമിച്ച് നിൽക്കാം. എല്ലാവരുടെ ആശംസകൾ അറിയിക്കുന്നു. നമസ്കാരം. കോട്ടക്കൽ നഗരസഭയുടെ ചെയർമാൻ കെ നാസർ, ഇവിടെ ആറും അതുപോലെ തന്നെ കൗൺസിലർമാർ, ഇവിടെ നാട്ടുകാരും മാധ്യമ സുഹൃത്തുക്കളെ, 25-30 വർഷക്കാലഘട്ടങ്ങളിൽ കോട്ടക്കലിൽ നയിക്കാൻ പോകുന്ന പ്രിയങ്കരനായ നേതാവ് കെ നാസർ, അദ്ദേഹത്തിൻ്റെ പ്രിയ കൗൺസിലർമാർ, കോട്ടക്കൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കേരളത്തിൽ തന്നെ ഏറ്റവും ശ്രദ്ധയാകർഷിച്ച ഒരു മുനിസിപ്പാലിറ്റിയാണ് എല്ലാ രീതിയിലും. അതുകൊണ്ട് തന്നെ ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ നമ്മുടെ കൗൺസിലർമാർക്കും ചെയർമാനും ഉണ്ട് എന്നുള്ളത് നമുക്കൊക്കെ അറിയാം. ജനങ്ങളുടെ നായകനായി തെരഞ്ഞെടുത്ത ഈ വർഷക്കാലം വളരെ മനോഹരമായിട്ട് വിവിധ പദ്ധതികൾ രൂപീകരിച്ചുകൊണ്ട് ജനക്ഷേമത്തിനായിട്ട് അദ്ദേഹത്തിന് നിലകൊള്ളാൻ കഴിയട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഈ ഭരണസമിതിക്ക് മുഴുവൻ എല്ലാവിധ ആശംസകളും നേരുന്നു. വളരെ സന്തോഷകരമായ കേരളത്തിലെ പല നഗരസഭകളിൽ എന്ന പോലെ കോട്ടക്കലിലും ഒരു പുതിയ അധ്യക്ഷനെ തെരഞ്ഞെടുത്ത്, നേരത്തെ പ്രവർത്തന പരിചയമുള്ള ഒരു അധ്യക്ഷനെ തെരഞ്ഞെടുത്ത് കോട്ടക്കലിൽ പുതിയ വികസന കാഴ്ചപ്പാടുണ്ടാക്കി ഒരു വികസന മുന്നേറ്റം നടത്തുവാനുള്ള തുടക്കമായി ഞാൻ ഈ ചർച്ചയിൽ കാണുകയാണ്. പഞ്ചായത്ത് രാജ് നിയമം വന്നതിന് ശേഷം കോട്ടക്കലിൽ നിന്ന് ഇരയുടെ പരിശീലനത്തിൽ പങ്കെടുത്ത ചില ജനപ്രതിനിധികൾ അന്നത്തെ കിലയുടെ മേധാവിയായിരുന്ന ശ്രീ രാജു നാരായണസ്വാമി സ്ഥാനമുണ്ട്. സാർ, എത്ര സമയമാണ് ഒരു ജനപ്രതിനിധിക്കുള്ള പ്രവൃത്തി സമയം എന്ന് ചോദിക്കുകയുണ്ടായി. ഒരു ദിവസം 24 മണിക്കൂർ പ്രവർത്തിച്ചാൽ പോലും ഒരു ജനപ്രതിനിധിയുടെ പ്രവർത്തനം പൂർണ്ണമാകുകയില്ല എന്നാണ് പ്രധാനമന്ത്രി മറുപടി.
വലിയ ഉത്തരവാദിത്തമുള്ള ഭാരിച്ച ഉത്തരവാദിത്തമുള്ള ഒരു ഭരണസമിതിയാണ് അധികാരം ഏറ്റെടുത്തിട്ടുള്ളത്. ആ നിലക്ക് കോട്ടക്കലിന് പുതിയ വികസന കാഴ്ചപ്പാടുണ്ടാക്കി പുതിയ വികസന പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുവാൻ ഈ ഒരു ഭരണസമിതിക്കും ബഹുമാനപ്പെട്ട KK നാസർ സാഹിബിന്റെ നേതൃത്വത്തിലുള്ള ഈ ഒരു ഭരണസമിതി സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെയും ഞാൻ പ്രതിനിധാനം ചെയ്യുന്ന മുസ്ലിം ലീഗ് പാർട്ടിയുടെയും എല്ലാവിധ അഭിവാദ്യങ്ങളും ഈ ചടങ്ങിൽ നിന്നുകൊണ്ട് അവസാനിക്കുന്നു. ഭരണപരിചയമുള്ള അദ്ദേഹത്തിന് കോട്ടക്കൽ നഗരസഭയിൽ വികസനത്തിന്റെ എല്ലാ കാര്യങ്ങളും നഗരപിതാവിൽ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. മുനിസിപ്പാലിറ്റിയിൽ ഇനിയും കൂടുതൽ നല്ല പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാനുള്ള എല്ലാ അവസരങ്ങളും ഉണ്ടാകട്ടെ എന്ന് നന്ദി. അവരോടെ ഒന്ന് തിരിയാൻ മതിയായിരുന്നു. നമ്മുടെ കോട്ടക്കൽ മുനിസിപ്പൽ ചെയർമാനായിട്ട് നമ്മുടെ KK നാസർ വീണ്ടും ആ സ്ഥാനത്ത് അവരോധിക്കുകയാണ്. എല്ലാവരും സമൂഹത്തോടു കൂടി നല്ലൊരു ഭരണം കാഴ്ചവെക്കട്ടെ.
വളരെ സന്തോഷം. ഈ കോട്ടക്കലിലെ നഗരസഭയിലെ സമഗ്രമായ വികസനം ആളുകളുടെ അഭിപ്രായം മാനിച്ചുകൊണ്ട് 4 സെഗ്മെൻറ്റായി തിരഞ്ഞെടുത്തുകൊണ്ട് കുട്ടികൾ, യുവാക്കൾ, വയോജനങ്ങൾ, ഭിന്നശേഷിക്കാർ ഇത്തരത്തിലുള്ള നമ്മൾ പാർട്ടിയിൽ അവർക്ക് വേണ്ടിയിട്ടുള്ള പദ്ധതികൾ നമ്മൾ ആവിഷ്കരിക്കും. കോട്ടക്കലിനെ ഒരു ആധുനിക കോട്ടക്കലാക്കി മാറ്റുക എന്നുള്ളതാണ് ലക്ഷ്യം. ഞങ്ങൾക്കറിയാത്ത കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കിക്കൊണ്ട് ഞങ്ങൾ കോട്ടക്കലിൻ്റെ ഒരു പുതിയ വികസനത്തിന് ചരിത്രം കുറിക്കാനാണ് ഈ ഭരണസമിതി ആഗ്രഹിക്കുന്നത്. കോട്ടക്കൽ നിവാസികളുടെയും എല്ലാവരുടെയും പരിപൂർണമായ പിന്തുണ ആവശ്യപ്പെടുകയാണ്. കോട്ടക്കലിനെ സംബന്ധിച്ചിടത്തോളം അനന്തമായിട്ടുള്ള ഒട്ടേറെ വികസന സാധ്യതകൾ ഇവിടെ ഉണ്ട്. അതോടൊപ്പം തന്നെ നമുക്ക് അനന്തമായിട്ടുള്ള കുറേ കാര്യങ്ങൾ ഇവിടെ ചെയ്യാനുണ്ട്. ഇപ്പോൾ 2ാം തവണയാണ് താങ്കൾ കോട്ടക്കൽ നഗരസഭയുടെ ചെയർമാനാകുന്നത്. ഈ സാഹചര്യത്തിൽ എന്താണ് ആദ്യമായി മുന്നോട്ട് വെക്കാൻ പോകുന്ന ഒരു വികസന പദ്ധതി? നമുക്കിവിടെ കുടിവെള്ള പ്രശ്നമുണ്ട്. അതുപോലെ തന്നെ കുട്ടികൾക്ക് കളിക്കാനുള്ള നല്ലൊരു സ്റ്റേഡിയത്തിൻ്റെ കമ്മിയുണ്ട്. അതോടൊപ്പം തന്നെ കോട്ടക്കൽ ടൗണിലെ ഡ്രെയിനേജുമായി ബന്ധപ്പെട്ട മഴവെള്ളം റോഡിലേക്ക് പോകുന്നതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളുണ്ട്. നമ്മൾ കോട്ടക്കലിൻ്റെ മാർക്കറ്റുമായി ബന്ധപ്പെട്ട വിഷയങ്ങളുണ്ട്. ഒട്ടനവധി വിഷയങ്ങളുണ്ട്. നമ്മളിപ്പോൾ ഒറ്റയടിക്ക് നിങ്ങൾ അത്തരത്തിലൊരു ചോദ്യം ചോദിച്ചാൽ നമുക്ക് പറയാൻ ബുദ്ധിമുട്ടാണ്, പ്രയാസമാണ്. ഇത് ഞാൻ എൻ്റെ സഹപ്രവർത്തകരുമായി ആലോചിച്ച്, എൻ്റെ സംവിധാനം ആലോചിച്ച്, വിവരമുള്ള ആളുകളെ ഇതുമായി ബന്ധപ്പെട്ട് DPR ഉണ്ടാക്കി സമഗ്രമായ ഒരു വികസന പ്രവർത്തനമാണ് ഞങ്ങൾ ഉന്നം വെക്കുന്നത്. ഞങ്ങളുടെ എക്സ്പീരിയൻസും ഇതോടൊപ്പം തന്നെ ഈ കൗൺസിലിൽ ശക്തമായിട്ടുള്ള നല്ല ഒരു കൗൺസിലാണ്. എല്ലാ രീതിയിലുള്ള പരിചയസമ്പന്നരും വിദ്യാസമ്പന്നമായിട്ടുള്ള ഒരു കൂട്ടം ടീമിൻ്റെ ഒരു ബോഡിയാണ് 2025-2030 കൗൺസിൽ എന്ന് പറയുന്നത്. എല്ലാവരുടെയും സഹകരണത്തോടു കൂടി നല്ല ഒരു ഭരണം കാഴ്ചവെക്കാൻ പറ്റുമെന്നുള്ളതാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ചെയർമാനായ സ്ഥാനമേറ്റ സാഹചര്യത്തിൽ എന്താണ് വാർഡിലെ വോട്ടർമാർക്ക് വേണ്ടി ചെയ്തത്? വോട്ടർമാർ സന്തോഷത്തിലാണ്. ഞാൻ പാണക്കാട് സാദിഖ് അലി തങ്ങൾ പറഞ്ഞ പോലെ ഞാൻ ജയിച്ചതല്ല, എൻ്റെ വോട്ടർമാർ എന്നെ ജയിപ്പിച്ചതാണ്. അതുകൊണ്ട് തന്നെ അവരോട് എല്ലാ രീതിയിലും നന്ദിയും കടപ്പാടും ഞാൻ അറിയിക്കും. ഞങ്ങൾ ഇന്ന് വളരെ സന്തോഷത്തിലാണ്. ഞങ്ങളവിടെ പ്രത്യേകിച്ചും വാർഡിലെ എല്ലാ വോട്ടർമാർക്കും ബിരിയാണി വെച്ച് നൽകിയ എന്നൊരു സന്തോഷം ഞങ്ങൾ എൻ്റെ വാർഡ് കമ്മിറ്റിയാണ് ചെയ്തിട്ടുള്ളത്. എൻ്റെ വാർഡിലെ ആളുകൾ സന്തോഷത്തിലായതുകൊണ്ട് ഇന്നത്തെ ദിവസം അത് തിരഞ്ഞെടുക്കുകയും ഞങ്ങൾ അത്തരത്തിലൊരു ആഘോഷം ഇന്ന് എൻ്റെ വാർഡിൽ നടത്തുന്നുണ്ട്. അത് ശരിയാണ്. പക്ഷേ എൻ്റെ വാർഡിലെ മുസ്ലിം ലീഗ് കമ്മിറ്റിയും വാർഡിലെ വോട്ടർമാരും കൂടി ചെയ്തുള്ള സന്തോഷകരമായ നിമിഷമാണ്.